ഓക്കെ, ഹലോ ഗായ്സ്, ഹായ് ഗായ്സ് ആൻഡ് ഹൗ ആർ യു? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ, അതായത് എനിക്കും ചേട്ടനും അച്ഛനും അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ട്രിവാൻഡ്രം വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം മെയിൻ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. ഏതിലായിരുന്നു ഏട്ടാ കയറിയത്? പാരഗൺ എന്ത് ദ മോസ്റ്റ് 5 ഐക്കോണിക് റെസ്റ്റോറൻറ്റിൽ 5ാമത്തെ ഐക്കോണിക് റെസ്റ്റോറൻ്റ് ആണത്. അവിടെ നമ്മൾ രണ്ടുപേരും കഴിച്ചതെന്ന് പറയുമ്പം ഒബ്വിയസ്ലി നമ്മൾ കഴിച്ചതെന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അവർ ഊണാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പം അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഇതായിരുന്നു. പക്ഷേ അധികം കഷ്ണങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ലഗോൺ ബിരിയാണി എന്നൊക്കെ ചേട്ടനാണ് ഇതിനെക്കുറിച്ച്, നിങ്ങൾക്ക് അറിയാമല്ലോ, പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് അറിയാമല്ലോ, ചേട്ടനാണ് വിവരം കൂടുതൽ എന്നെക്കാളും കേട്ടോ. അപ്പം അധികം കഷ്ണമില്ലെങ്കിൽ, പക്ഷേ സംഭവം ഞാൻ കുറേ നിന്നും കൈ കഴുകേണ്ടി വന്നു കേട്ടോ. ഹാൻഡ് വാഷ് കുറേ തവണ എടുത്ത് കൈ കഴുകേണ്ടി വന്നു. കാരണം എന്ന് പറയുമ്പോൾ അതിന് നെയ്യ് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതായത് കുറേ കഴുകിയാൽ നമ്മൾ അതിൻ്റെ ഒരു തമ്മിൽ തെന്നത്തില്ലേ നമ്മളെ വിരൽ ഇങ്ങനെ ആക്കുമ്പം. അപ്പം അത് പോകാൻ ടൈം എടുക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് നമുക്കിപ്പം ട്രിവാൻഡ്രത്ത് വന്ന് നമ്മളിപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും പോയിട്ടുണ്ട്. അപ്പം ചേട്ടാ മൊബൈൽ ഇവിടെ ഗൈസ്. ഇപ്പം വീഡിയോയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇത് കണ്ടില്ലേ, ഈ വര, ഇത് വാൾപേപ്പറല്ല. ഈ സാധനം ഫസ്റ്റ് വര വന്നതെന്ന് പറയുമ്പോൾ ചേട്ടൻ കാർത്തിക് സൂര്യയുടെ ഒരു വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്നാണ് ഒരു ദിവസം ഇതിലേന്ന് ഇങ്ങനെ വരെ വന്ന് ഈ സെൻറ്റർ ആയപ്പോൾ നിന്ന്, അങ്ങനെയല്ലായിരുന്നു. അപ്പം ചേട്ടൻ എന്നെ കൊണ്ട് കാണിച്ച്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ചുമ്മാ കളിപ്പിക്കല്ലേ. ആ ടൈം എന്ന് പറയുമ്പം അതായത് ഇല്ല, ഈ ഗ്രീൻ ലൈൻ വന്നതായിട്ട് ഇല്ല, എന്തോ നമ്മൾ സെറ്റിങ്സ് കയറിയിട്ട് ഡീബഗിങ് അല്ല, ഏതോ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻസിലാങ്ങാണ്ട് കയറിയിട്ട് അങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ നല്ലത് കേൾക്കുകയും ചെയ്ത് അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം ആദ്യം ഇത് മാറ്റി തരുമെന്നൊക്കെ പറയാണ്. കാരണം ഈ AMOLED എന്ന് പറഞ്ഞാൽ, ഈ AMOLED എന്ന് പറഞ്ഞാൽ സൂപ്പർ AMOLED ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ E4 AMOLED ആണ്. പക്ഷേ ഇതിൻ്റെ സൂപ്പർ AMOLED ആണ്. ഇത് കിട്ടാൻ പാടാണ്. അപ്പം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ അവർ എത്ര റേറ്റാണ് ചോദിച്ചത്? 10. ആ 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ നല്ലൊരു AMOLED മൊബൈൽ വാങ്ങിക്കാം. ഈ 10,000 രൂപയ്ക്ക് ഇത് മാറ്റുന്നതിനേക്കാളും നല്ലത് ആ 10,000 രൂപയ്ക്ക് ഒരു മൊബൈൽ എടുക്കുന്നില്ലേ. അപ്പം സംഭവം എനിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ, അതായത് ഈ സാംസങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു ആൾക്കാരാണ്. നമുക്ക് തുടക്കത്തിലേ നമ്മുടെ കയ്യിലുള്ള ഫോൺ എന്ന് പറയുമ്പോൾ സാംസങ് ആണ്. സാംസങ്ങിൻ്റെ എന്തിനായിട്ട് ഗാലക്സി പോപ്പാണ് നമ്മളെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഇരുന്നത്. പിന്നെ അത് ചേട്ടൻ്റെ കയ്യിലോട്ട് വന്നു, അങ്ങനെ. അപ്പം പിന്നീട് J7 Prime 2, അതിന് മുമ്പ് ഗ്രാൻഡ് ഡ്യൂസ്, ഇങ്ങനെ നമ്മൾ ഓരോ സാംസങ്ങിൻ്റെ ഇതിനെ നമ്മൾ ഭയങ്കര ട്രസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ആദ്യം എടുക്കാൻ വന്നിരുന്ന പോക്കോ M2 Pro എടുക്കുന്നതിന് മുമ്പ് ഞാൻ എടുക്കാൻ വന്നിരുന്ന മൊബൈലായിരുന്നു ഈ സാംസങ് M35 അങ്ങനെ എന്തോ, M31 അങ്ങനെ എന്തോ, അല്ല M30S എന്തോ, അങ്ങനെ എന്തോ ഒരു M സീരീസിലുള്ള മൊബൈലായിരുന്നു. അപ്പം ചേട്ടൻ്റെ ഈ ഇഷ്യൂ എന്നു പറയുമ്പം ഞാൻ IQ മൊബൈൽ, അതായത് IQ Neo 6 ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂ വന്നത്. ഇത് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ S സീരീസിൽ മാത്രം നിങ്ങൾ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഇതല്ല. കാരണം എന്ന് പറയുമ്പം ഈ AMOLED ഒക്കെ കിട്ടാൻ വളരെ പാടാണ്. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഈ മൊബൈലിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ 90 Hz ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ അല്ല, ഫിംഗർ പ്രിൻ്റ്, അത് സൈഡ് മൗണ്ടറാണ്. അതുപോലെ തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയാം. അപ്പം ചേട്ടൻ ഇങ്ങനെ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പം കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ചേട്ടൻ തന്നെ പറയട്ടെ. ചേട്ടാ അത് ഒന്ന് പറഞ്ഞേ, കമ്പനിയിൽ വിളിച്ച് പറയാമോ? പറ ചേട്ടാ. കമ്പനിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആദ്യം മാറ്റിത്തരാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ എല്ലാ ഫോണിലും ഈ സൈഡിലായിട്ടൊരു വാട്ടർ എന്തോ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ തട്ടുമ്പം കളർ മാറുന്നൊരു പേപ്പർ ഇരിക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ സാംസങ്ങിന് ഇവിടെയുണ്ട്, താഴ്ഭാഗത്തും ഉണ്ട്. അപ്പോൾ എങ്ങനെ മോയ്സ്ചർ കയറിയെന്ന് എനിക്കറിയത്തില്ല. അവർ പറയുന്നു എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റിയിട്ട് ഉണ്ടാവില്ല എന്നാണ്. എൻ്റെ ഫോൺ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ വീണിട്ടില്ല. പിന്നെ ഞാൻ ഇത്തിരി സ്വെറ്റി ആളാണ്.
എൻ്റെ പോക്കറ്റിലേക്ക് കിടക്കുമ്പോൾ നല്ല സെറ്റ് വരാറുണ്ട്. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതിപ്പം വളരെ മോശം ഒരു അനുഭവമായിരുന്നു സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് വേണ്ടി സംസാരിച്ചത് ഗൗതമായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്, അവൻ അഡ്വക്കേറ്റാണ്. അപ്പോഴവൻ സംസാരിച്ച സമയത്തും അവനിങ്ങനെ ഈ കൺസ്യൂമർ കോർട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ഫോണുകൾക്ക്, അതായത് OnePlus, വിവോ, വേറെ ഏതൊക്കെയോ കുറച്ച് ഫോണുകൾ അവൻ മാറിക്കൊടുത്തു. എന്നുവെച്ചാൽ സെക്കൻഡ് ഹാൻഡ് എടുത്ത ഫോൺ വരെ മാറിക്കൊടുത്തു. ഇത് ഞാൻ ഫ്രഷ് എടുത്തതാണ്, 1.25 വർഷം യൂസ് ചെയ്തപ്പോഴാണ് ഇത് വന്നത്. അങ്ങനെ നല്ല പണി കിട്ടി അവന്. ഇത് മാത്രം മാറാൻ പറ്റിയില്ല, ഇതൊരു നല്ല പണിയായിരുന്നു. അത് അവന്മാർ പണി തന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വരാൻ സാധ്യതയില്ല. വളരെ മോശം സർവീസായിരുന്നു, വളരെ മോശം കസ്റ്റമർ സപ്പോർട്ടായിരുന്നു. കസ്റ്റമർ ഓൾവേസ് കിങ് എന്നാണ് പറയുന്നത്. കസ്റ്റമർ ഉണ്ടെങ്കിലേ ഒരു ബിസിനസ് ഉള്ളൂ. ഇത് കണക്ക് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അപ്പം എസ് സീരീസിനാണെങ്കിൽ അവർ മാറ്റി കൊടുക്കുമല്ലേ? എസ് സീരീസ് ആണെങ്കിൽ പോലും എന്താ S20 FE മോഡൽസ് ഒന്നുമില്ല. S20 FE, S21 FE, S23 FE, S22 FE, FEക്ക് ഒന്നുമില്ല. ഉള്ളത് അല്ലാത്ത S22, S23, S22 തൊട്ടങ്ങനെ മാറ്റി കൊടുക്കുള്ളൂ. അൾട്രാ ഇതുള്ള മാറ്റി കൊടുക്കും. പക്ഷേ അൾട്രയിൽ വേറൊരു സാധനം വരുന്നതെന്ന് വെച്ചാൽ ഈ എഡ്ജ് സ്ക്രീൻ ആയതുകൊണ്ട് അത് ചിലപ്പം ഞെങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ മാറ്റി കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുമാതിരി വൃത്തികെട്ട പോളിസീസാണ് അവരിപ്പം എഴുതി വച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ. സോ ബാഡ് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മളിപ്പം ചേട്ടൻ ഇപ്പം ഇതിന് പകരം എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മളെന്തായാലും പോക്കോ M2 Pro എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കും. പോക്കോ M2 Pro ഇവിടെ ഇപ്പം ചേട്ടൻ ഉപയോഗിക്കുന്നതാണ്. പോക്കോ M2 Pro ആണ്. അതായത് എൻ്റെ മെയിൻ ഡിവൈസായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലാണ് ചേട്ടൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വേറെ നിവൃത്തിയില്ല സാംസങ് കേട്ടോ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചേട്ടൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. ചേട്ടൻ അങ്ങനെ സാധാരണ പോക്കോ യൂസർ അല്ല. ചേട്ടന് പോക്കോ യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. ചേട്ടൻ ഞാൻ ഈ മൊബൈൽ എടുത്തപ്പോഴും ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്നി സാംസങ്ങേ നിൻ്റെ അടുത്ത് പറയുമല്ല, പോക്കോയോ ഇതുപോലുള്ള മൊബൈലൊന്നും ഞാൻ എടുക്കാൻ പറയത്തില്ല എന്നേ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത്രയും ബ്ലൈൻഡ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് ഇങ്ങനെ ഒരു പണി വരിക എന്ന് പറയും. ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പണി വരുന്നതെന്ന് പറയുമ്പോൾ അത് ഭയങ്കര. ഇത് വന്നിട്ട് കുറേ നാളായി വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നെഗറ്റീവും പറയണം. അതിനാണ് ഈ വ്ളോഗർമാരും അതുപോലെ ടെക് ന്യൂസ് പറയുന്നവരൊക്കെ ഇവിടെ ഉള്ളത്. അപ്പം ഇപ്പം എനിവേ ചേട്ടൻ ഇനിയിപ്പം എടുക്കാൻ നോക്കിയെന്ന് പറയുമ്പോൾ ഒന്നീ മോട്ടോയ്ക്ക് പ്രശ്നമായിട്ടല്ല, സർവീസ് സെൻറ്റേഴ്സ് ബാക്കി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർവീസ് സെൻറ്റേഴ്സ് കുറവാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ മോട്ടോയ്ക്ക് യാതൊരു കുഴപ്പമില്ല. പ്രോസസ്സേഴ്സിലും ഇപ്പം സ്നാപ്ഡ്രാഗൺ ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, മീഡിയാടെക് ഡിമെൻസിറ്റി ഉള്ളതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ചേട്ടൻ ഇപ്പം എടുക്കാൻ നോക്കുന്നതെന്ന് പറയുമ്പം ഐക്യു എന്ന് പറയുന്ന വിവോയുടെ ഒരു മൊബൈൽ തന്നെയാണല്ലോ, വിവോൻ്റെ ഒരു സബ് ബ്രാൻഡ് ആണല്ലോ ഈ ഐക്യു എന്ന് പറയുന്നത്. അപ്പം ഐക്യു എടുക്കാനാണ് ചേട്ടൻ ഇപ്പം നോക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുവാണെങ്കിൽ ഇങ്ങനെ മാറ്റാം. സാംസങ്ങിന് എന്തെങ്കിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എസ് സീരീസിന് മാത്രമേ ഇവർ ഈ ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഇതിപ്പം തുടങ്ങിയത് ഒരു വരയിലാണ്. ഇപ്പം 1, 2, 3, 4, 5, 6, അതായത് 3 മഞ്ഞ വരെയും 1 പിങ്ക് വരെയും 1 വെള്ള വരെയും വീണിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് സാംസങ് എടുക്കുന്നവർ സൂക്ഷിക്കുക. ഇന്ന് ഞാൻ അവിടെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞാൻ കണ്ടതാണ് ഐഫോൺ ഒരു പ്രോ വേരിയൻറ്റ്. ഇത് എനിക്ക് തോന്നുന്നു 13 പ്രോയോ 14 പ്രോയോ ആയിരുന്നു. അപ്പം അതിൽ ഗ്രീൻ ലൈൻ ഏകദേശം 2 വന്ന് കിടപ്പുണ്ട്. അതായത് നല്ല കട്ടിക്കാണ് കിടക്കുന്നത്. അപ്പം എനിക്കിപ്പം ഞാൻ ഐഫോൺ എടുക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കിപ്പോൾ പേടിയായി തുടങ്ങി, ഇനി ഐഫോൺ എടുത്തിട്ട് അതിൽ വരെ വീണാൽ ഇനി മാറ്റണമെങ്കിൽ ഊപ്പാട് വരുമല്ലോ എന്നും പറയാം.
ഇത് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. തുടക്കത്തിലൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ പേടിയായിരുന്നു. ഇങ്ങനത്തെ കാര്യമൊക്കെ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യും, ആൾക്കാരെന്തൊരു വിചാരിക്കും. സത്യത്തിൽ ഈ ആൾക്കാരെന്തൊരു വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പറ്റുന്നത്. അതായത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് ഇതായി പോയേനെ, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയില്ല. പക്ഷെ ഇന്ന് ഇതെനിക്ക് പറയാൻ തോന്നിയത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിരിപ്പിക്കുകയാണ് ചേട്ടൻ, ആ സൈഡിൽ നിന്ന് ചിരിപ്പിക്കുക. കാരണം ചേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുമ്പോൾ എന്തായാലും ചേട്ടന് ഞാൻ ഒരു S20 എത്രയെങ്കിലും S30 അൾട്ര ആയാലും ഞാൻ എടുത്തു തരും ചേട്ടൻ. സാംസങ് വേണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. കാരണം സാംസങ് നിങ്ങളാണ് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കസ്റ്റമറെ ഇങ്ങനെ മാറ്റിയെടുത്തത്. മ്യൂച്വൽ അല്ല, എന്തിരുന്ന ഇത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാംസങ് യൂസറിനെയാണ് ഇപ്പം നിങ്ങളുടെ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയെന്നല്ല, സ്വയമേ പുറത്തായത്. കാരണം ഗ്രീൻ ലൈൻ ഇഷ്യൂ കാരണം തന്നെയാണ്. അപ്പം എന്തായാലും ചേട്ടൻ ഇനി ഉറപ്പായിട്ടും എനിക്ക് ജോലി കിട്ടുമ്പം ശമ്പളമൊക്കെ ആകുമ്പം S20 അല്ല S30 S40 അത്ര ആയെന്ന് വരാം അൾട്രാ മോഡൽ മൊബൈൽ ഞാൻ ചേട്ടനെടുത്ത് കൊടുക്കും. അത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം വീഡിയോ വരാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്നാണ് വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പം ടാറ്റ, ബൈ ബൈ, ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം.